വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് BSc ബോട്ടണി. അപ്പോൾ 3-ാം തീയതി നിങ്ങൾക്ക് ആൻജിയോസ്പേം മോർഫോളജി ആൻഡ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന പോർഷൻ്റെ എക്സാമാണ്, പറയുന്ന പേപ്പറിൻ്റെ എക്സാമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട പോയിൻറ്റ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, ജസ്റ്റ് ഈ പോർഷൻസൊക്കെ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ആൻജിയോസ്പേം മോർഫോളജി എന്ന് പറയുന്ന പോർഷനിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലോറസൻസ് ചിലപ്പോൾ സയാത്തിയം ചോദിക്കാം, ഹൈപ്പന്താഡിയം ചോദിക്കാം, അല്ലെങ്കിൽ സീനോത്തിയം ചോദിക്കാം, വെർട്ടിസിൽ ആസ്റ്റർ, തൈറസസ്, ഇങ്ങനെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എന്തായാലും ചോദിക്കുന്നുണ്ടാകും ഏതെങ്കിലും ഒന്നും. പ്രധാനമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള സയാത്തിയം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തൈറസസ് ചോദിച്ചിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് സയാത്തിയും തൈറസസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അതല്ലാതെ ലാമിയേസിയ ഫാമിലീൻ്റെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. പിന്നെ എന്ത് കരുതിയിട്ട് റെസിമോസും സൈമോസും നോക്കാതിരിക്കരുത്. റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഫ്ലവർ ആസ് എ മോഡിഫൈഡ് ഷൂട്ട്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 2 to 5 മാർക്ക് വരെ ഈ ഒരു പോർഷനിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഫ്ലവർ ആസ് എ മോഡിഫൈഡ് ഷൂട്ട്, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഫ്ലോറൽ പാർട്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, റിലേറ്റീവ് പൊസിഷൻ, സിമട്രി ഓഫ് ഫ്ലവേഴ്സ്, ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഫ്ലവേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലാതെ തന്നെ റിലേറ്റീവ് പൊസിഷൻ വെച്ചിട്ട് നമ്മൾ എപ്പിഗൈനസ്, ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, ഇത് സിംഗിളായിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് എപ്പിഗൈനസ് ഫ്ലവർ, എന്താണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഫ്രൂട്ടിൻ്റെ കേസാണെങ്കിൽ ഫ്രൂട്ട് എന്താണ് സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, ഇതിൻ്റെ ഇടയിലുള്ള, അതായത് ഡ്രൈ ഡെഹിസൻ ഫ്രൂട്ട്, ഡ്രൈ ഇൻഡെഹിസൻ ഫ്രൂട്ട്, അതിലുള്ള ക്രീമോകാർപ്പ്, അങ്ങനത്തെ ടൈപ്പ് കാരിയോപ്സിസ്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഫ്രൂട്ട്സ് കംപ്ലീറ്റ് നോക്കി വയ്ക്കാം. ഫ്രൂട്ട്സിനെ പറ്റിയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അത് നോക്കി വയ്ക്കാം. അത്രയാണ് ആൻജിയോസ്പേം മോർഫോളജിയിൽ വരുന്ന ഭാഗം. ഇനി സിസ്റ്റമാറ്റിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും APJ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി ഇതിലുള്ള നാച്ചുറൽ സിസ്റ്റമൊക്കെ ചോദിച്ചുകൂടായികയില്ല. ജസ്റ്റ് എല്ലാതും ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കാം. APJ സിസ്റ്റം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, അതെന്തായാലും നോക്കാം. ഓക്കെ, ഇനി ഓരോ ഫാമിലിയിൽ പ്രധാനമായിട്ടും ഫാബേസിയെ റിപ്പീറ്റഡ് ആണ്. അപ്പോസൈനേസി ചോദിച്ചിട്ടുണ്ട്, സൊളനേസി ചോദിച്ചിട്ടുണ്ട്, മാൽവേസി ചോദിച്ചിട്ടുണ്ട്, അനോണേസിയ ചോദിച്ചിട്ടുണ്ട്, ഓർക്കിഡേസിയ ചോദിച്ചിട്ടുണ്ട്, പൊയേസിയ ചോദിച്ചിട്ടുണ്ട്, ലാമിയേസിയ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ഫാമിലീസിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫാമിലീസിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കാം. പിന്നെ എക്സാമ്പിൾസ് വെച്ച് പഠിക്കുക. അതാകുമ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കുമല്ലോ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾസൊക്കെ നോക്കി പഠിച്ച് വയ്ക്കുക. അനോണേസി എന്ന് പറയുമ്പം നമുക്ക് അനോന സ്ക്വാമോസ് അല്ലെങ്കിൽ അനോന റെറ്റിക്കുലേറ്റ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഫീച്ചേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെ ആ രീതിയിൽ പഠിക്കാം. ഓക്കെ, ഇനി മൊഡ്യൂൾ 3 വരുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി ചോദിക്കാറുണ്ട്. അതായത് സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി, ന്യൂമറിക്കൽ ടാക്സോണമി, ഇതാണ് ഈ 3 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് മോഡേൺ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത് സിംഗിൾ 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. 2 to 5 മാർക്കിന് വരെ ഈ ഒരു പോർഷന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ എമിനൻ്റ് ആയിട്ടുള്ള ടാക്സോണമിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ, ആ കേസിൽ വരുമ്പം ഹെൻറിക് വാൻഡ്രിഡിൻ്റെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്.
എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉള്ളത്. അതുപോലെ തന്നെ E.K. ജാനകി അമ്മാളുടെയും കോൺട്രിബ്യൂഷൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ഒരാളാണ് റോബർട്ട് വൈറ്റ്. ഇവരെ മൂന്നാളെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഹെൻറിക് വാൻഡ്രിഡിൻ്റെയും അതുപോലെ തന്നെ ജാനകി അമ്മാളുടെ ഇവരുടെ രണ്ടുപേരുടെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. റോബർട്ട് വൈറ്റിൻ്റെ ഏതോ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കോൺട്രിബ്യൂഷനും നോക്കുക. ചിലപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് വരാം. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്താണ് നമുക്ക് പണി കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോളിക്കുലാർ ടാക്സോണമീൻ്റെ മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി അതിൽ വരുന്നതാണ് ഏതൊക്കെ ഈ കീമോ ടാക്സോണമിയും സൈറ്റോ ടാക്സോണമിയൊക്കെ. ഇത് സിംഗിളായിട്ടും ചോദിക്കാറുണ്ട്. അല്ലാതെ മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നോക്കുക, ടാക്സോണമിസ്റ്റിനെ നോക്കുക, എല്ലാവരും നോക്കി വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹെൻറിക് വാൻഡ്രിഡും ജാനകി അമ്മാളുമാണ്. പിന്നെ റോബർട്ട് വൈറ്റും ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗാമ്പിളിനെയോ അല്ലെങ്കിൽ റോക്സ്ബർഗിനെയോ ഒക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരെ കുറിച്ചും നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 4ലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ICNൻ്റെ പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. ടൈപ്പിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പിഫിക്കേഷൻ എന്താണ് ടൈപ്പിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഹോളോടൈപ്പും ഐസോടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഹോളോടൈപ്പും സിൻടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പാരാടൈപ്പും ലെക്ടോടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ വരുന്നത് പ്രയോറിറ്റി 1-2 തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓതർ സൈറ്റേഷൻ, വാലിഡ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ആൻഡ് വാലിഡ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഭാഗം നന്നായിട്ട് നോക്കുക. പ്രയോറിറ്റി അങ്ങനത്തെ വാക്കുകൾ എന്താണെന്നുള്ള ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വേണ്ടിയിട്ട് പ്രയോറിറ്റി എന്താണ് വാലിഡ് പബ്ലിക്കേഷൻ, എന്താണ് ഓതർ സൈറ്റേഷൻ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ വരുന്നത് ഹെർബേറിയം പ്രിപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എങ്ങനെയാണ് ഹെർബേറിയം ഉണ്ടാക്കുന്നത്, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ 10 മാർക്കിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരാറ്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഹെർബേറിയം, എവിടേക്കാണ് ഹെർബേറിയാസ് ഉള്ളത്. അപ്പോൾ സെൻട്രൽ നാഷണൽ ഹെർബേറിയം CAL, MH കോയമ്പത്തൂർ, ഇൻ്റർനാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ക്യൂവിലുള്ള ഹെർബേറിയം, ആ രീതിയിലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ JNTBGRI എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഷോർട്ട് ഫോം വെച്ചിട്ട് തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ MPGAPS എന്ന് പറഞ്ഞാൽ എന്താണ്, 2 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്, JNTBGRIയും അതുപോലെ തന്നെ NBGSും. പിന്നെ വരുന്നത് ടാക്സോണമിക് ലിറ്ററേച്ചറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് മോണോഗ്രാഫാണ്. എന്ന് കരുതിയിട്ട് ഇതൊന്നും ചോദിച്ചുകൂടായികയില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ആൻജിയോസ്പേം മോർഫോളജി ആൻഡ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന പോർഷനിലുള്ളത്. അപ്പോൾ എല്ലാ പോർഷൻസും നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക, മാക്സിമം കവർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അത്രയാണുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.